സ്വകാര്യ സർവകലാശാല ബില്ലിൽ സഭയിൽ നടന്ന ചർച്ചയിൽ വെട്ടിലായിരിക്കുകയാണ് കെ.ടി. ജലീൽ എം.എൽ.എ. അടക്കമുള്ളവർ. വിവാദ പരാമർശവുമായി ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുമായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. സ്വകാര്യ സർവകലാശാല ബില്ലിൽ സഭയിൽ നടന്ന ചർച്ചയുടെ ദൈർഘ്യം നീണ്ടുപോയത് ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സഹതപിക്കുക മാത്രമാണ് നിർവാഹമുള്ളൂ എന്നതാണ് ജലീലിന്റെ പോസ്റ്റ്. നമ്മളുടെ നിലവിലുള്ള നിയമങ്ങൾ ഞങ്ങളുടെ നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും ബഹുമാനപ്പെട്ട മന്ത്രി തീരുമാനിച്ചിരിക്കുന്നു. അതിനുകൂടി സർക്കാർ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കുന്നതാണ് ശ്രീ ജലീൽ. ചെയർ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു. നോ ഇവിടെ ഡിസന്റ് നോട്ട് തന്നവരോട് കാണിച്ചു, അവർ സഹകരിച്ചു. അതൊരു ധിക്കാരാണ്, അംഗീകരിക്കാൻ പറ്റില്ല. യെസ് സംസാരിക്കുക. അല്ല, ബില്ലിലെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ. യെസ് അങ്ങ് സംസാരിച്ചോ. ശരിയല്ല, അങ്ങേ കാണിക്കുന്നത് ശരിയല്ലാത്ത രീതി. അങ്ങനെയാണ് ആ ചെയറെ റെസ്പെക്ട് ചെയ്യാത്തത്. ഇത് എന്റെ ബില്ല് തരാൻ പറ്റില്ല. വിജയൻ സംസാരിക്ക്. നോ തരാൻ പറ്റില്ല. ഒരുപാട് തവണ അങ്ങോട്ട് സംസാരിച്ചു, ഒരുപാട് തവണ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു. യെസ് സംസാരിച്ചോ. ചെയറിനോട് കാണിക്കേണ്ട ഒരു ജെന്റിൽനെസ് ഉണ്ട്, അങ്ങ് കാണിച്ചിട്ടില്ല. യെസ് അങ്ങ് സംസാരിച്ചോ. അങ്ങ് സംസാരിച്ചോ. മൈക്ക് അങ്ങേക്കാണ്. അങ്ങേക്കാണ് മൈക്ക്. അങ്ങ് സംസാരിക്കാം. അങ്ങക്ക മൈക്ക് തന്നത്. അങ്ങ് സംസാരിച്ചോ. അങ്ങ് സംസാരിച്ചോ. അങ്ങേക്കാണ് മൈക്ക്. അങ്ങ് സംസാരിച്ചു. അങ്ങ് സംസാരിച്ചോ. ശ്രീ കെ.ടി. ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല സഭക്കകത്ത്. അങ്ങ് സംസാരിക്കും. സർ, 2B ഭേദഗതി ബില്ല് ഞാൻ മുന്നോട്ട് വെക്കുന്നു. ഇവിടെ അത് എല്ലാ അംഗങ്ങളോടും റിക്വസ്റ്റ് ചെയ്തു, അംഗീകരിച്ചിട്ടില്ല. അത് ശരിയായ രീതിയല്ല. സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വകാര്യ സർവകലാശാല ബില്ലിൽ സഭയുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചയിൽ കെ.ടി. ജലീലിന്റെ പ്രസംഗത്തിനിടെ സ്പീക്കർ പരോക്ഷമായി തന്നെ അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു. അതിനെ കൂടി നേരിട്ടാനുള്ള അതിനൊരു ഒളിയമ്പുമായാണ് ഇപ്പോൾ കെ.ടി. ജലീലിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ബിനോയ്, ചെയർ നിരവധി തവണ അഭ്യർത്ഥിച്ചിട്ടും കെ.ടി. ജലീൽ തന്റെ പ്രസ്താവന അവസാനിപ്പിക്കാതിരിക്കുകയും അതിനുശേഷമാണ് സ്പീക്കർ ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിച്ചത്. ചെയറിനോട് കാണിക്കേണ്ട ഒരു മര്യാദ കെ.ടി. ജലീൽ കാണിച്ചിട്ടില്ല എന്നത്. അതിനെതിരെയുള്ള ഒരു മറുപടിയായാണ് ഇപ്പോൾ കെ.ടി. ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രതികരണങ്ങളിലേക്ക് ഈ ഒരു വിഷയം നീണ്ടുപോവുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. ഏറെ നാളായി കെ.ടി. ജലീൽ LDFുമായി ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചു വരുന്നത്. നേരത്തെ PV അൻവർ ഇടതുമുന്നണി വിട്ടു പോകുമ്പോഴേക്കും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കെ.ടി. ജലീലും ഒപ്പമുണ്ടാകും എന്നുള്ളതായിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. ഏകദേശം കഴിഞ്ഞ ഒരു വർഷമായി കെ.ടി. ജലീലും വലിയ തരത്തിലുള്ള ഒരു അടുപ്പം LDFുമായി കാണിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയും. അത് നിയമസഭയിലെ ചില ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഇടപെടലുകളിൽ തന്നെ അത് വ്യക്തവുമാണ്. ഇപ്പോൾ അവസാനം നടന്ന സംഭവം സ്വകാര്യ സർവകലാശാലകളുടെ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചാവേളയിലാണ് കെ.ടി. ജലീൽ ഒരു ഏകദേശം 9 മിനിറ്റ് സമയം, അതായത് ഒരു ഭരണപക്ഷ ട്രഷറി ബെഞ്ച് അംഗം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അനുവദിച്ചത് 9 മിനിറ്റ് സമയമായിരുന്നു. ആ 9 മിനിറ്റ് സമയം കടന്ന് വീണ്ടും 11 മിനിറ്റിലേക്ക് എത്തിയപ്പോഴേക്കാണ് സ്പീക്കർ തൻ്റെ റൂളിംഗ് പുറപ്പെടുവിച്ചത്. സാധാരണഗതിയിൽ പ്രതിപക്ഷ അംഗങ്ങൾക്ക് കൊടുക്കുന്ന അതേ സമയക്രമത്തിനേക്കാൾ കൂടുതൽ സമയം നൽകിയിട്ട് പോലും കെ.ടി. ജലീൽ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നീണ്ടുപോവുകയും തൊട്ടടുത്തുള്ള MLA-മാരെ പരസ്യമായും പരോക്ഷമായും ഒക്കെ പരാമർശിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പ്രതിപക്ഷ നിരയിലെ ബഹളത്തിനും വഴിവെക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് സ്പീക്കർ വളരെ കർക്കശക്കാരനായി എത്തിയത്. കാരണം മറ്റ് അംഗങ്ങൾക്ക് കൊടുക്കുന്ന പ്രിവിലേജ് തന്നെയാണ് കെ.ടി. ജലീലിനും ഉള്ളത്. അതിനപ്പുറത്തേക്കൊരു പുതിയ പ്രിവിലേജ് കെ.ടി. ജലീലിന് നൽകാൻ കഴിയില്ല. മാത്രവുമല്ല,
ഡിസെൻഡിങ്, അതായത് എതിർത്ത് സംസാരിക്കുന്നവർക്ക് കൊടുക്കുന്ന ആ സമയത്തേക്കാൾ കൂടുതൽ സമയം എടുത്ത് താങ്കൾക്ക് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയിട്ടും അതിനെല്ലാം വിരുദ്ധമായി വീണ്ടും സമയം നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിൽ അദ്ദേഹം വിദ്വേഷം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. നേരത്തെയും ഇത്തരത്തിൽ KT ജലീലും സ്പീക്കറും തമ്മിൽ പരസ്യമായി സഭയ്ക്കുള്ളിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ അവസാന ഘട്ടത്തിലുണ്ടായ വാഗ്വാദം അല്പം അതിർ കടന്നുപോയി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം KT ജലീൽ വിജയൻ, തൊട്ടടുത്തുള്ള MLA ആയ വിജയനെ, അതും ഭരണപക്ഷി അംഗമായ വിജയനെ പ്രസംഗിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബില്ലിനെ അനുകൂലി സംസാരിക്കുന്നതിന് ക്ഷണിച്ചിട്ടും KT ജലീലിൻ്റെ മൈക്ക് ഓഫ് ചെയ്തിട്ടും KT ജലീൽ വീണ്ടും ഒച്ചയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇതാണ് ആ സമയത്ത് സ്പീക്കറെ പ്രകോപിതനാക്കിയത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും ഒരേ പ്രിവിലേജ് മാത്രമേ ഉള്ളൂ, KT ജലീലിന് ഒരു പ്രത്യേക പ്രിവിലേജ് സഭയ്ക്കുള്ളിൽ നൽകിയിട്ടില്ല എന്ന് എടുത്തു പറഞ്ഞത്. ഇതാണ് KT ജലീലിനെ വലിയ തരത്തിൽ പ്രകോപിതനാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് എത്തിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. സ്വാഭാവികമായും അൻവർ ഇടതുമുന്നണി വിട്ടുപോകുന്ന സമയത്ത് KT ജലീലും ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇതിനിടയിൽ കുറച്ച് CPM നേതാക്കന്മാർ ഇടപെടുകയും KT ജലീലിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അന്ന് അത് താൽക്കാലികമായി വിജയിച്ചെങ്കിലും KT ജലീൽ ഇപ്പോഴും പരസ്യമായി ഒരു സമീപനം, LDFന് അനുകൂലമായ സമീപനം പല വേദികളിലും എടുക്കുന്നില്ല. പലപ്പോഴും പല ചടങ്ങുകളിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുന്ന ഒരു സമീപനവും KT ജലീലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും ഇന്നത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്പം രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്താൻ കഴിയും. കാരണം പ്രത്യേകിച്ചും തൻ്റെ പ്രസംഗം നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് സഹിക്കുക മാത്രമേ വഴിയുള്ളൂ, അല്ലെങ്കിൽ സഹതപിക്കുക മാത്രമേ വഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല. താൻ മലപ്പുറത്ത് നിന്നും അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ കോട്ടയിൽ നിന്ന് 4 പ്രാവശ്യം ജയിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് തനിക്കല്പം ഉശുരു കൂടും, അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രസംഗിച്ചു പോയതെന്നും അല്ലാതെ മറ്റൊന്നും പറയാനാകില്ല. അതിൻ്റെ മനോവികാരം മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് മനസ്സിലാകില്ല എന്നും ആണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് ആർക്കെതിരെയാണ് മക്കയിലെ ഈന്തപ്പഴ കച്ചവടക്കാരൻ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു പക്ഷേ കൊള്ളേണ്ടടുത്ത് കൊള്ളും എന്നൊരു ഉദ്ദേശത്തോടെയും ലക്ഷ്യത്തോടു കൂടിയും തന്നെയാണ് KT ജലീൽ ഈ പ്രയോഗങ്ങളൊക്കെ നടത്തിയിരിക്കുന്നതൊക്കെ മനസ്സിലാകും. ഇതെന്തായാലും ഈ കുറേ നാളുകളായി സ്പീക്കറും ഒപ്പം തന്നെ KT ജലീലും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും പല ഘട്ടങ്ങളിലായും ബില്ലുകളുടെ കാര്യങ്ങളിൽ ചർച്ച വരുമ്പോഴേക്കും KT ജലീൽ അനുവദിക്കുന്ന സമയത്തിനേക്കും അപ്പുറത്തേക്ക് കടന്ന് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ സ്പീക്കർ റൂളിംഗ് പുറപ്പെടുവിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇടപെടുന്ന ഒരു പതിവുണ്ട്. എന്നാൽ ഇത്തവണ ഈ സ്വകാര്യ ബില്ലിന്മേൽ ചർച്ചയിലേക്ക് എത്തിയപ്പോഴേക്കും അനുവദിച്ച സമയത്തേക്കാൾ മുന്നോട്ട് പോയതാണ് സ്പീക്കറിനെ പ്രകോപിതനാക്കിയത്. മാത്രവുമല്ല, ഭരണപക്ഷ ബെഞ്ചിലുള്ള ഒരു MLA സംസാരിക്കുന്നതിന് ക്ഷണിച്ചിട്ടും KT ജലീലിൻ്റെ മൈക്ക് ഓഫാക്കിയിട്ടും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉച്ചത്തിലുള്ള സംസാരം തുടർന്നു. അത് വീണ്ടും സ്പീക്കറിനെ പ്രകോപിതനാക്കിയിരുന്നു. ഇത് പിന്നീട് മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചയായി മാറി. അതിന് പിന്നാലെയാണ് ഇന്ന് ഫേസ്ബുക്കിൽ KT ജലീൽ തൻ്റെ വിദ്വേഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഈ വരികൾ കുറിച്ചിരിക്കുന്നത്. ഇനി ഈ കാലത്ത് വരാൻ പോകുന്ന രാഷ്ട്രീയത്തിൽ ഇതെന്തുമാത്രം ചർച്ചയാകപ്പെടും, അല്ലെങ്കിൽ ഏതു തരത്തിൽ ഇത് വിശദീകരിക്കപ്പെടും എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും ഉള്ളിലെ ഒരു വിദ്വേഷം മറന്നീക്കി KT ജലീലിൻ്റെ ഫേസ്ബുക്ക് വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. അത് രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യപ്പെടുമെന്നതും ഉറപ്പാണ്. അതുല്യ. ശരി, ബിനോയ് തുടരുക. ഒരു വാർത്ത കൂടി